പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. എല്ലാ ഫോണിലും എല്ലാ ആൻഡ്രോയിഡ് എല്ലാ വേർഷനിലും നമുക്ക് ഇത് പറ്റും. അപ്പം വളരെ എളുപ്പമായിട്ടുള്ള ടിപ്സാണ്. അപ്പം നമ്മളെല്ലാം 100% ടെസ്റ്റ് ചെയ്ത് നോക്കിയ ഒരു വീഡിയോ ആണ് ഇത്. അപ്പം സേഫാണ്. അതുപോലെ തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം സേഫാണ്. അതുപോലെ തന്നെ ചെറിയൊരു സെറ്റിങ്സ് നമ്മളെ ഫോണിൽ ചെയ്താൽ മതി. നമ്മളെ എല്ലാ വീഡിയോസും ആയാലും എന്തായാലും നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞ് തന്നിട്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യം നമുക്ക് ഹൈഡിങ് എന്താ കാര്യം സംഭവം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഒരു ആപ്പിൻ്റെ സഹായം ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ആദ്യം മൈ ഫയൽസ് അല്ലെങ്കിൽ മൈ ഫയൽസ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ അതിൽ കയറാം. അതിൽ കയറി ഇൻറ്റേർണൽ സ്റ്റോറേജിൽ കയറാം, എക്സ്റ്റേർണൽ സ്റ്റോറേജിൽ കയറാം, ഇൻറ്റേർണലിൽ കയറാം. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ കയറിയിട്ടുണ്ട്. കയറിയതിന് ശേഷം നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോൾഡറാണ് നമ്മളിപ്പോൾ ഹൈഡ് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഫോൾഡർ. അപ്പോൾ നമുക്ക് ആ ഫോൾഡർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇലക്ട്രോ എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എവിടെ അതടക്കുന്നു. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു വീഡിയോ അതിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ആ വീഡിയോ ആണ് നമ്മളിന്ന് ഹൈഡ് ചെയ്ത് കാണിക്കുന്നത്, ആ ഫോൾഡറും ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് തന്നെ നമ്മൾ ഇലക്ട്രോ എന്ന് പറയുന്ന ഫോൾഡറിൽ നമുക്കത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഈ ഹൈഡിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ആ ഫോൾഡർ ഒരു വീഡിയോ ഇട്ട് എത്ര വീഡിയോ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അതൊന്ന് റീനെയിം ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് റീനെയിം കൊടുക്കാം. റീനെയിം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇലക്ട്രോ ആണെങ്കിൽ ഇലക്ട്രോ ഒരു മുൻവശത്തായിട്ടൊരു പുഷ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് കൊടുക്കുക, ഒരു പുഷ് സ്റ്റോപ്പ് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുവിധം മുക്കാലോളം പണി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. അതിനുശേഷം നമുക്ക് ഡു നോട്ട് ഷോ ഹൈഡ് ഫയൽസ് എന്ന് പറയുന്ന സെറ്റിങ്സിൽ കയറി അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡോട്ട് കൊടുത്ത ആ ഫയൽസ് എല്ലാം നമുക്ക് ഹൈഡായി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഫയലും നമുക്ക് ആ ഫോൾഡറും ഹൈഡായിട്ടുണ്ട്. അപ്പോൾ ഇത്ര സംഭവങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് ഏത് ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ഏത് ഫോണിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. തിരിച്ച് അതേ സെറ്റിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷോ ഹൈഡൻ ഫയൽസ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് ആ ഫോൾഡർ തിരിച്ച് അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ ഫയൽസും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ നെയിമിൻ്റെ കൂടെ റീനെയിം ചെയ്യുമ്പോഴത്തേക്ക് നെയിമിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു പുഷ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് അത് ഹൈഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡായി പൊയ്ക്കോളും. അതുപോലെ നമുക്ക് എത്ര ഫോൾഡർ വേണമെങ്കിൽ ഹൈഡ് ചെയ്തിടാൻ പറ്റും. അത് ഇൻറ്റേർണൽ ആയാലും എക്സ്റ്റേർണൽ ആയാലും നമുക്ക് അങ്ങനത്തെ ഫോൾഡറുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഹൈഡ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വീഡിയോസ് എന്ന് പറഞ്ഞ ഫോൾഡർ എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റൂ. അല്ല ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയത്തില്ല. അങ്ങനെ എത്ര വീഡിയോസ് ആയാലും ഡോക്യുമെൻറ്റ്സ് ആയാലും എന്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോണിൽ ഹൈഡ് ചെയ്തിടാവുന്നതേ ഉള്ളൂ. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം നമുക്ക് ഇതിന് വേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഹൈഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ആ വീഡിയോസിൽ ചെന്നാൽ അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ് ചെയ്ത വീഡിയോസ് ഒരിക്കലും കാണാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ അൺഹൈഡ് ചെയ്താൽ മാത്രമേ അങ്ങനെ കാണാൻ കഴിയൂ. അപ്പം റീനെയിം ചെയ്യുന്ന പരിപാടികൾ മാത്രമേ നമുക്കുള്ളൂ. ഒന്ന് കാണിച്ചു തരാം സംഭവം. വീഡിയോസ് നമ്മളിപ്പോൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോസിലൊന്ന് എടുത്ത് നോക്കാം നമ്മൾ ഹൈഡ് ചെയ്ത വീഡിയോ വരുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയത്തില്ല. ഇവിടെ ഈ ഫോൾഡറിലെ വീഡിയോ ആണ് നമ്മൾ ഹൈഡ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്തത് ജിതിൻ വിജയ് ആയിരുന്നു. വോയിസ് ഓവർ Arun.S. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുപോലത്തെ കിടക്കാത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇറ്റ്സ് മീ Arun.S. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.